ഒട്ടനവധി AI ഫീച്ചറുകളുള്ള ഒരു നല്ല AI ഫോൺ നിങ്ങൾക്ക് വേണം. എന്നാൽ 1,00,000 മുകളിലൊന്നും കൊടുത്ത് ഗൂഗിളിൻ്റെ ഈ Pixel 8 Pro എടുക്കാൻ പറ്റില്ല ഇതിലത്തെ AI ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കാം. അതിൻ്റെ ഒന്നും അത്ര വിലയുമില്ല, എന്നാൽ ഒതുങ്ങിയ ഫോണുമാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ AI ഫീച്ചറുകൾ ഗൂഗിൾ കുത്തി നിറച്ചിട്ടുമുണ്ട്. ഗൂഗിളിൻ്റെ ഫോണുമാണ്, ഗൂഗിളിൻ്റെ ഈ Pixel 8. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷോർട്ടായിട്ട് ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അൺബോക്സിംഗ് പതിവ് പോലെ തന്നെ ബോക്സിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്, പിന്നെ ചാർജിങ് കേബിൾ, ഡോക്യുമെന്റേഷൻ, പിന്നെ ഒരു ചെറിയ അഡാപ്റ്റർ USB-C to A അഡാപ്റ്റർ. ഇത്രയുമാണ് ആ ബോക്സിൽ വരുന്നത്. മാറ്റി വയ്ക്കാം, നമുക്ക് ഫോണിലേക്ക് വരാം. ബ്ലാക്ക് വേരിയന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിക്സലിന്റെ ബ്ലാക്ക് വേരിയന്റ് ഞാൻ എടുത്തതായിട്ട് ഓർക്കുന്നില്ല ഇതുവരെയായിട്ടും. സോ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വേരിയന്റ് എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു ലുക്ക്. നമ്മുടെ Pixel 8 പ്രോയുമായിട്ട് കമ്പയർ ചെയ്താൽ അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. റിയർ സൈഡ് ഗ്ലോസി ഫിനിഷ് ആണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്ലോസി ഫിനിഷ് ആണ്. ഇതിലൊരു സോഫ്റ്റ് മാറ്റ് ഫിനിഷ് പോലെ, മാറ്റ് അല്ല, ഒരു സോഫ്റ്റ് ഫിനിഷ് ആണ്. സ്മഡ്ജസ് ആവില്ല, പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ സ്മഡ്ജസ് പിടിക്കും. ആ രീതിയിലുള്ള ഗ്ലോസി ഫിനിഷ് ആണ്. സൈസ് 6.2 ഇഞ്ച് വരുന്നുള്ളൂ, അതായത് സൈസ് കുറവാണ്. 1 ഹാൻഡഡ് ഫോണായിട്ട് ഒരു ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആയ രീതിയിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോണാണ്. അതായത് ചെറിയ ഫോണാണെന്ന് സാരം. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്. 8.9 mm ആണ് തിക്നെസ് വരുന്നത്. 187 gram ആണ് വെയിറ്റ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടസിന്റെ ബാക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസിന്റെ തന്നെ കവർ ഫ്രണ്ട് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്. സോ നല്ല ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. ഡിസൈൻ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. ഇതിന്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, അടിപൊളി ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. പ്രോനെ അവർ സൂപ്പർ ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഇതിനെ ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളില്ല. 6.2 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്. ഇതിൽ 2400 നിറ്റ്സ് ആയിരുന്നു, ഇവിടെ 2000. പക്ഷെ അത് ഒട്ടും കുറവല്ല, ഗംഭീര ബ്രൈറ്റ്നസ് ആണ്. വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4575 mAh ബാറ്ററിയാണ്. 30 വാട്ടിന്റെ തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. അത് ഫാസ്റ്റ് ആണെന്ന് കരുതുന്നവർക്ക് തീർച്ചയായിട്ടും ഫാസ്റ്റ് ചാർജിങ് തന്നെ. അതിപ്പോൾ പ്രോയിലും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. വയർലെസ് ചാർജിങ്, ബാറ്ററി ഷെയർ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ബാറ്ററി ലൈഫിലും ഈ 2-3 ദിവസം ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഡീസന്റ് ബാറ്ററി ലൈഫ്, ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പെർഫോമൻസിൽ വരുമ്പോഴാണ് ഇത് വാല്യൂ ഫോർ മണി ആണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നതിന്റെ കാരണം, ഈ ഇത്രയും വില കൂടിയ 1,06,000 രൂപയുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന അതേ ടെൻസർ G3 തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിലും ഉണ്ട് ഈ പറഞ്ഞ സെക്യൂരിറ്റി ചിപ്പായ M2, LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോയുടെ പോലെ തന്നെ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ 5 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിച്ചിട്ട് വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ ആ സമയത്തും ഇതിൽ പുതിയ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും. പിന്നെയും 2 വർഷത്തെ അപ്ഡേറ്റ് ബാക്കിയും ഉണ്ടാവും. ഞാൻ ഇത്രയും കാലം ഒന്നും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോൺ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കണം, വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് മാക്സിമം യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അറ്റം വരെ ഉപയോഗിക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യത്തിൽ. അത്രയും നാളൊക്കെ പെർഫോമൻസ് ഈ ഫോണിന് കിട്ടുമെന്നുള്ള കാര്യം വേറെ, വേണമെന്ന് വിചാരിക്കുന്നവർക്ക് അത്ര ഉപയോഗിക്കാമല്ലോ. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്യാമറ തന്നെ ഇതിലും കൊടുത്തിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതായത് പ്രോ വേരിയന്റിൽ മാത്രമല്ല, ഈ കുറഞ്ഞ വേരിയന്റിലും നല്ല ക്വാളിറ്റിയാണ്. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റി മെയിൻ ക്യാമറ ഇമേജുകളാണ് നമുക്ക് കിട്ടുന്നത്. 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഇമേജ് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി നോക്കിയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇതിന്റെ മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. സോ ഡീസന്റ് ക്വാളിറ്റി, ആ ഒരു പിക്സലിന്റെ ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ അത് കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ വീഡിയോയും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. സോ വീഡിയോ ആൻഡ് ഫോട്ടോസ്, മെയിൻ ക്യാമറ അടിപൊളിയാണ്. വൈഡ് ആംഗിൾ ക്യാമറ കൊണ്ടും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. തീർച്ചയായിട്ടും അതും നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്, നിങ്ങളിവിടെ കാണുന്ന പോലെ. സെൽഫി ക്യാമറ പ്രോ മോഡലിലെ പോലെ തന്നെ നമുക്ക് 10.5 മെഗാപിക്സലാണ്. അതിന്റെ ക്വാളിറ്റി നമ്മൾ ഈ കാണുന്ന പോലെയാണ്. വീഡിയോസിലേക്ക് വന്നാലും സെൽഫി ക്യാമറ വീഡിയോസ് ഈ കാണുന്ന തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോസ് ആണ് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നന്നായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നമ്മൾ 1,06,000 കൊടുത്ത് ഇതെടുക്കുന്നതിനേക്കാൾ ഭേദമായിട്ട് ഇതെടുത്താലും ഈ പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഇതിൽ ആ പറയുന്ന സൂമിംഗ് ലെൻസ് 5x ഒപ്റ്റിക്കൽസും അത് ഇതിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ആ സൂമിംഗ് നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ക്യാമറ തന്നെ ധാരാളം. പിന്നെ ഇത് കൂടാതെ അതിൽ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി പുതിയ ഫീച്ചറുകൾ ഇതിൽ വരുന്നുണ്ട്. എല്ലാം വരുന്നില്ല, ഈ വീഡിയോ ബൂസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു കണ്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് മാജിക് എഡിറ്റർ, അതായത് ഒരു ഫോട്ടോ ഒരു ഒബ്ജക്റ്റിനെ മാറ്റി പല സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുന്ന സംവിധാനം. ബെസ്റ്റ് ടേക്ക്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അതിലത്തെ ഒരാളുടെ തല ഒന്ന് മാറ്റിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനം.
പിന്നെ മാജിക് ഇറേസറും ഓഡിയോ മാജിക് ഇറേസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അനാവശ്യ സൗണ്ടുകളൊക്കെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യ സൗണ്ടൊക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുന്ന പരിപാടി അതൊക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോ അൺബ്ലർ അങ്ങനെയുള്ള ഒട്ടനവധി പിക്സൽ 8 പ്രോയിൽ പറഞ്ഞിട്ടുള്ള ആ സംഗതികളൊക്കെ നമുക്ക് പിക്സൽ 8ലും കിട്ടുന്നുണ്ട്. സോ ചില സംഭവങ്ങൾ വീഡിയോ ബൂസ്റ്റ് പോലുള്ള ചില സംഭവങ്ങളാണ് പറയാത്തത്. ഒരുപക്ഷെ ഭാവിയിൽ അത് വരുമോ എന്ന് എനിക്കറിയില്ല. വരുവാണെങ്കിൽ ശരിക്കും 8 പ്രോ എടുക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. ഇതിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിലും കിട്ടും. ഇതുകൊണ്ട് കൂടിയാണ് ആൾക്കാർ ഇതിനേക്കാൾ നല്ല വാല്യൂ ഇത് തന്നെയാണ് എന്ന് വിചാരിക്കുന്നത്. കാരണം ഫീച്ചേഴ്സും ഉണ്ട്, പെർഫോമൻസും സെയിം ഉണ്ട്, ക്യാമറയും നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് 1,06,000 കൊടുത്ത് ഇതെടുക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ടാണ് പലരും ഇതാണ് നമുക്ക് ഇത്തവണ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണെന്ന് കരുതുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ? പക്ഷേ വലിയ ഫോണും 5x സൂമും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പിക്സൽ 8 പ്രോ തന്നെയാണ് നല്ലത്. അത് ഗൂഗിളിൻ്റെ ഫോൺ തന്നെ എടുക്കണം എന്നുള്ളവർക്ക് പിക്സൽ 8 പ്രോ തന്നെയാണ് നല്ലത്. അതല്ലാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കോമ്പാക്റ്റ് ആയ ഒരു ഫോൺ കൂടിയാണ് നോക്കുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും മുതലാണ്. വൈഫൈ 6, ബ്ലൂടൂത്ത് 5.3, NFC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട്. ഡുവൽ സിം എന്ന് പറയുമ്പോൾ ഒരു സിമ്മും ഒരു ഇ സിമ്മുമാണ്. 2 സിം ഫിസിക്കൽ സിം ഇടാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടില്ല. ഇത് മാത്രം ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ഇതിൻ്റെ വില 8 GB റാം 128 GB സ്റ്റോറേജിന് 75,000 രൂപയാണ്. 75,000 രൂപ വരുന്നുള്ളൂ. ഇത് 1,06,000 രൂപ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ വിലയ്ക്ക് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് തോന്നുന്നില്ലേ? ഇതുകൊണ്ടാണ് ഒരുപാട് പേരും ഇതിനെ റെക്കമെൻഡ് ചെയ്ത് വരുന്നത് ഒരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സറും പെർഫോമൻസും ഒന്നും ഈ ഒരു പ്രൈസിന് വാല്യൂ ഫോർ മണി അല്ല. പക്ഷേ ഗൂഗിളിൻ്റെ ഫോൺ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ബെറ്റർ വാല്യൂവിൽ കിട്ടുന്ന ഫോൺ ഇത് തന്നെയാണ്. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.